എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ വന്ദനം. ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വാക്യം പുറപ്പാട് പുസ്തകം 19-9 വാക്യം. അവിടെ എഴുതിയിരിക്കുന്നത്, ഞാൻ നിന്നോട് സംസാരിക്കുമ്പോൾ ജനം കേൾക്കേണ്ടതിനും നിന്നെ എന്നേക്കും വിശ്വസിക്കേണ്ടതിനും ഞാൻ ഇതാ മേഘ തമസിൽ നിന്റെ അടുക്കൽ വരുന്നു. ഈ വാക്ക് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ എന്ത് നമുക്ക് ഇതിനകത്തുനിന്ന് മനസ്സിലാക്കാം? ദൈവം മോശയോട് സംസാരിക്കും. അത് ദൈവജനം കേൾക്കുമ്പോൾ അവർ മോശയെ വിശ്വസിക്കും. എന്താണ് ഇതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുമ്പോൾ എന്താണ് ദൈവം ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഈ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഒരു 2 വാക്കിന് മുമ്പേ ദൈവജനം പറയുന്നൊരു കാര്യമുണ്ട്. ദൈവം പറയുന്നതെല്ലാം ഞങ്ങൾ ചെയ്തോളാം. ഒരു വിധത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഏറ്റവും അപകടമായ ഒരു പരാജയമാണ് ആ വാക്ക്. ദൈവം പറയുന്നതെല്ലാം ഞങ്ങൾ ചെയ്തോളാം. ഒരു കൽപ്പന മാത്രമേ ഏദൻ തോട്ടത്തിൽ ദൈവം കൊടുത്തോളൂ. അതുപോലും മനുഷ്യന് അനുസരിക്കാൻ പറ്റിയില്ല. ഇപ്പോൾ പറയാണ്, പറഞ്ഞാൽ മതി, ഞങ്ങൾ ചെയ്തോളാം. അപ്പോൾ ഇവിടെ മോശയെ വിശ്വസിക്കുമ്പോൾ എന്താണ് ദൈവജനത്തിനുള്ള പ്രയോജനം? മോശയെ വിശ്വസിക്കും. ഈ മോശയുടെ പ്രത്യേകത എന്താണ്? യോഹന്നാൻ സുവിശേഷം 1:17 നമ്മൾ വായിക്കുന്നത്, ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു, കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു. അപ്പം മോശ ന്യായപ്രമാണം കൊണ്ടുവന്നു. ഇപ്പം ന്യായപ്രമാണം എന്ന് പറയുന്നത് വെറും 10 കൽപ്പനയല്ല, 613 കൽപ്പന മൊത്തത്തിൽ. ഇതെല്ലാം ദൈവജനം കേട്ടോളാം. നല്ല കാര്യം. പക്ഷെങ്കിൽ ദൈവജനത്തിന് അത് സാധിക്കുമോ ഇല്ലയോ എന്ന് ചിന്തിക്കാതെ തന്നെ അങ്ങ് പറയണം, ഞങ്ങൾ ചെയ്തോളാം. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഈ മോശയെ എന്നേക്കും വിശ്വസിക്കാമെന്നും കൂടെ ദൈവം പറയുന്നു. നിന്നെ എന്നേക്കും വിശ്വസിക്കേണ്ടത്. മനുഷ്യൻ കൂടി വന്ന 60 വർഷം, 70 വർഷം, അല്ലെങ്കിൽ 80, 90, ഇതിൽ കൂടുതലൊന്നും മനുഷ്യൻ മനുഷ്യൻ എന്നേക്കും ജീവിക്കാറില്ല. മോശയെ എന്നേക്കും വിശ്വസിക്കുന്നതുകൊണ്ട് മനുഷ്യന് എന്നാ പ്രയോജനം? മനുഷ്യന് മോശയെ എന്നേക്കും വിശ്വസിക്കാൻ സാധിക്കുമോ? കാരണം മനുഷ്യൻ എന്നേക്കും ജീവിക്കുന്നില്ല. മരണപ്പെടേണ്ട ശരീരമാണ്. യോഹന്നാൻ സുവിശേഷം 3:16 തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവൻ നിത്യജീവൻ ലഭിക്കും. അത്രമാത്രം ദൈവം ലോകത്തെ സ്നേഹിച്ചു. അപ്പോൾ പുത്രനിൽ വിശ്വസിക്കുന്ന ഏതെങ്കിലും ഒരു പ്രയോജനമുണ്ടോ? ഇവിടെ മോശയെ വിശ്വസിക്കുന്നതുകൊണ്ട് ദൈവജനത്തിന് എന്താ പ്രയോജനം? ഒരു വിധത്തിൽ നോക്കിക്കഴിഞ്ഞാൽ റോമാലേഖനം 3:20 നമ്മൾ വായിക്കുന്നു, ന്യായപ്രമാണം കൊണ്ട് ഒരു ജഡവും അവൻ്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല. ഈ ന്യായപ്രമാണം ഒരു മനുഷ്യനും അനുസരിക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. മനുഷ്യനാൽ അസാധ്യമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് പിന്നെ ഈ ന്യായപ്രമാണം കൊണ്ട് എന്താ പ്രയോജനം? റോമാലേഖനം 3:20 നമ്മൾ വായിക്കുന്നത്, പാപത്തിൻ്റെ പരിജ്ഞാനം അത്ര വരുന്നത്
ന്യായപ്രമാണം കൊണ്ട് ഒരു ഉപകാരം മനുഷ്യനുള്ളത് പാപത്തെക്കുറിച്ചുള്ള ബോധം, അല്ലെ അതിൻ്റെ നോളജ്, പാപത്തെക്കുറിച്ചുള്ള ബോധം. ഏത് പാപിക്കാണ് ചെയ്ത പാപത്തെക്കുറിച്ച് ഓർക്കാനുള്ള താല്പര്യമുള്ളത്? ചെയ്ത തെറ്റുകൾ മറക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ന്യായപ്രമാണത്തിൻ്റെ ഒരു ഉപയോഗം പാപത്തെക്കുറിച്ച് പരിജ്ഞാനം കൊണ്ടുവരുന്നു. റോമാലേഖനം 3:20. അതേപോലെ തന്നെ നമ്മൾ ചിന്തിക്കേണ്ട വിഷയം, അതിനോട് ചേർന്ന് ചിന്തിക്കേണ്ട ഒരു വിഷയം, ഇപ്പം ന്യായപ്രമാണം ഇല്ലാതെ തന്നെ മനുഷ്യന് നീതീകരണം ലഭിക്കും. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിൻ്റെ ഒരു ഫലമായിട്ട്, വെറുതെ ദാനമായിട്ട് നീതീകരിക്കപ്പെടാം. റോമാലേഖനം 3:22 നമ്മൾ വായിക്കുന്നു. അതിന് ക്രിസ്തുവിലുള്ള വിശ്വാസം കൊണ്ട് ദൈവസന്നിധിയിൽ അല്ലെ ദൈവത്തിന് മുമ്പാകെ നീതീകരണം ലഭിക്കുന്നത്, അത് ന്യായപ്രമാണം പോലും സാക്ഷി പറയുന്നു, പ്രവാചകന്മാരും സാക്ഷി പറയുന്നു എന്നാണ് റോമാലേഖനം 3:21-22 നമ്മൾ വായിക്കുന്നു. പിന്നെ ഈ ന്യായപ്രമാണം കൊണ്ട് മനുഷ്യൻ്റെ നിസ്സഹായമായ അവസ്ഥ, ഹെൽപ്ലെസ്നെസ് മാത്രമാണ് ഇവിടെ എടുത്ത് കാണിക്കപ്പെടുന്നത്. മനുഷ്യന് സാധിക്കത്തില്ല ന്യായപ്രമാണം അനുസരിച്ച് ദൈവസന്നിധിയിൽ നീതീകരണം പ്രാപിക്കാൻ. നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം, ഈ നീതീകരണം ലഭിക്കുന്നത് ഏറ്റവും എളുപ്പമുള്ള കാര്യമാണ്. മനുഷ്യൻ ന്യായപ്രമാണം അനുസരിക്കണമെന്നൊന്നുമില്ല. 613 കൽപ്പന ആർക്കാ അനുസരിക്കാൻ സാധിക്കുന്നു? റോമാലേഖനം 4:3-4:9 എഴുതിയിരിക്കുന്നത്, ഇവരുടെ പൂർവ്വപിതാവായ എബ്രഹാം പോലും ദൈവത്തെ വിശ്വസിച്ചത് മാത്രമേ ഉള്ളൂ, അതവന് നീതിയായി കണക്കിട്ടു. അത് തന്നെ ചെയ്താൽ പോരായിരുന്നു ദൈവമക്കൾക്കും? ഞങ്ങൾ ചെയ്തോളാം പറഞ്ഞാൽ മതി. ഇതൊക്കെ എന്ത് ആലോചിച്ചിട്ടാണ് മനുഷ്യൻ പറയുന്നത് തന്നെ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടിരിക്കുകയാണ്. ന്യായപ്രമാണം കൊണ്ട് വേറൊരു ഉപയോഗം എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ ക്രോധത്തെക്കുറിച്ച് മനുഷ്യനിപ്പോൾ ബോധം വരുത്തും. For the law brings wrath. ന്യായപ്രമാണം കോപത്തിന് ഹേതുവാകുന്നു. അപ്പോൾ ഒന്ന് പാപത്തെക്കുറിച്ച് ബോധം, അല്ലെ പാപത്തെക്കുറിച്ചുള്ള അറിവും, പിന്നെ ദൈവത്തിൻ്റെ ക്രോധം. ഇത് രണ്ട് മനുഷ്യന് എപ്പോഴെങ്കിലും ചിന്തിക്കാൻ ആഗ്രഹമുണ്ട്. മനുഷ്യൻ്റെ അവസ്ഥയ്ക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ ഈ പാപത്തെക്കുറിച്ച് ഓർത്തിട്ടും ദൈവത്തിൻ്റെ ക്രോധത്തെക്കുറിച്ച് ഓർത്തിട്ടും? നേരെ മറിച്ച് നിത്യജീവനും നീതീകരണവും ദാനമായിട്ട് ലഭിക്കുന്നു വെറുതെ വിശ്വസിക്കുമ്പോൾ. അത് തന്നെയല്ലേ മനുഷ്യൻ ഏത് പാപിക്കും ചിന്തിക്കുമ്പോൾ ഹൃദയം തണുക്കുന്നതും ഹൃദയത്തിന് ആശ്വാസം കൊണ്ടുവരുന്നതും ജീവൻ ആസ്വദിക്കാൻ പറ്റുന്നതും. അപ്പോൾ ഈ ന്യായപ്രമാണം എന്ന് പറയുന്നത് റോമാലേഖനം 5:20 പറയുന്നത്, ന്യായപ്രമാണം ലംഘനം പെരുകേണ്ടതിന്, എന്നാൽ ലംഘനം പെരുകേണ്ടതിന് ന്യായപ്രമാണവും ഇടയിൽ ചേർന്ന് വന്നിരിക്കുന്നു. എങ്കിലും പാപം പെരുകുന്ന സ്ഥാനത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു വന്നു. ഇത് നമ്മൾ ചിന്തിക്കുമ്പോൾ, ന്യായപ്രമാണം വന്നപ്പോൾ ലംഘനം പെരുകിയപ്പോൾ അല്ലെ പാപം പെരുകിയപ്പോൾ കൃപ അത്യന്തം വർദ്ധിച്ചു. ഇവിടെയാണ് മനുഷ്യന് ഏക ആശ്രയം, അല്ലെ മനുഷ്യൻ്റെ വിശ്വാസത്തിൻ്റെ നങ്കൂരം, ആങ്കർ. അല്ലാതെ ഒരു മനുഷ്യനും പാപത്തെക്കുറിച്ച് ഓർക്കാനും അതിനെക്കുറിച്ച് അത് മറന്നു പോകാനാണ്
മനുഷ്യൻ ആഗ്രഹിക്കുന്നത്. ചെയ്തു പോയ ഭാഗങ്ങളെക്കുറിച്ച് ഓർത്തോർത്ത് നിന്നിട്ട് മനുഷ്യൻ എന്താണ് സാധിക്കുന്നത്? എന്താണ് അതുകൊണ്ട് പ്രയോജനം? എന്നേക്കും ജീവിക്കുന്ന മനുഷ്യനല്ല എന്നേക്കും മോശയെ വിശ്വസിക്കുന്നത്. അവിടെയാണ് നമ്മൾ മത്തായി സുവിശേഷത്തിൽ വായിക്കുന്ന കാര്യമുണ്ട്. മത്തായി 17:5. അതായത് ദൈവം യേശുക്രിസ്തു മോശയും ഏലിയാവും കൂടെ കൂടി രൂപാന്തരപ്പെട്ട് ഇങ്ങനെ ശിഷ്യന്മാരെ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. മത്തായി സുവിശേഷം 17:5. അവിടെ ഈ കാഴ്ചയെല്ലാം കാണുമ്പോൾ ശിഷ്യന്മാർ കേൾക്കുന്ന ഒരു പദമുണ്ട്. അവിടെയും മോശയുണ്ട്. അത് നമുക്ക് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അവിടെ പറയുന്ന ഒരു ശബ്ദം അവർ കേട്ടു. മേഘത്തിൽ നിന്നൊരു ആ ശബ്ദം, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവങ്കിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന് ചെവി കൊടുപ്പി. പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിച്ചു, ഞാൻ മോശയോട് സംസാരിക്കുന്നത് ദൈവജനം കേൾക്കട്ടെ, എന്നിട്ട് മോശയെ വിശ്വസിക്കും. മോശയെ ദൈവജനം വിശ്വസിക്കും. ഇവിടെ പറയുന്നത് യേശുക്രിസ്തു പിതാവ് പറയാണ്, എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പി. ഇതിൻ്റെ ഒരു മൊത്തത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇവർക്ക് ഈ ദൈവജനത്തിന് സീനായ് പർവ്വതത്തിൽ പർവ്വതം മുഴുവൻ അഗ്നിയും പുകയും തീയും കാണുമ്പോൾ ദൈവം മോശയോട് സംസാരിക്കുന്നത് ഇവർ കേട്ടു. ഇത് പക്ഷേ ഇവർക്ക് കേട്ടോണ്ടിരിക്കാൻ അധികം നേരം സാധിച്ചില്ല. സാധിക്കാതിരിക്കുമ്പോൾ ഇവർ മോശയോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നീ ഞങ്ങളോട് സംസാരിക്കുക, ഞങ്ങൾ കേട്ടുകൊള്ളാം. അതായത് ന്യായപ്രമാണം ഞങ്ങൾ കേട്ടുകൊള്ളാം. മോശ ന്യായപ്രമാണത്തിൻ്റെ ആളാണല്ലോ. ഞങ്ങൾ മരിക്കാതിരിക്കേണ്ടെന്ന് ദൈവം ഞങ്ങളോട് സംസാരിക്കരുതേ എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവം അവരോട് സംസാരിക്കുന്നത് അവർക്ക് കേട്ടോണ്ടിരിക്കാൻ സാധിച്ചില്ല. ഈ ദൈവജനത്തിനോടാണ്, ഈ ജീവിതത്തിൻ്റെ ഇടയിലാണ് യേശുക്രിസ്തു പിന്നീട് വരുന്നത്. ദൈവം പറയുന്നു, ഇവനിൽ ഞാൻ പ്രസാദിക്കുന്നു, ഇവന് ചെവി കൊടുപ്പി. ചിന്തിക്കുക, മോശ ന്യായപ്രമാണം കൊണ്ടുവരുന്നു. അത് വിശ്വസിച്ചുകൊണ്ട് മനുഷ്യന് യാതൊന്നും നേടാനില്ല. മനുഷ്യൻ്റെ നിസ്സഹായമായ അവസ്ഥ മാത്രം വെളിപ്പെട്ട് വരിക. കാരണം ദൈവം പരിശുദ്ധനാണ്, മനുഷ്യൻ പാപിയാണ്. അവിടെയാണ് യേശുക്രിസ്തുവിൻ്റെ വരവും കൃപയും സത്യവുമായിട്ട് യേശുക്രിസ്തു വന്നു. അതുകൊണ്ട് മനുഷ്യന് കിട്ടുന്ന എന്താ? നിത്യജീവൻ. ന്യായപ്രമാണം കൊണ്ട് കിട്ടുന്ന എന്തുവാ? ഒരു ഭീകരമായ ഒരവസ്ഥ, എന്തായിത്തീരുമെന്നുള്ളൊരവസ്ഥ, നാളെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥ, മരണത്തിനെക്കുറിച്ച് ചിന്തിക്കാൻ മാത്രമേ സാധിക്കുന്നു. ഈ വചനങ്ങൾ നമുക്ക് ഒന്ന് ചിന്തിക്കാനായിട്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കും.